ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റേഡിയോമെട്രിക് ഡേറ്റിംഗ് അനുസരിച്ച് ഈ ഗ്രഹത്തിന് ഏകദേശം 4.5 ബില്യൺ വർഷം പഴക്കമുണ്ട്. ഏകദേശം 5000-നും 6000-നും ഇടയിൽ നാഗരികത ആരംഭിച്ചതായി ആധുനിക പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. ഏകദേശം 12000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രഹത്തിൽ കടുത്ത അസ്ഥിരമായ കാലാവസ്ഥ രീതികൾ ഉണ്ടായിരുന്നുവെന്ന് ഭൗമശാസ്ത്ര രേഖകൾ കാണിക്കുന്നു. എല്ലാ നാഗരികതകളെയും നശിപ്പിച്ച സമ്പൂർണ്ണ അരാജകത്വത്തിന്റെ ഒരു കാലഘട്ടത്തെ ഗ്രഹത്തിനു ചുറ്റുമുള്ള എണ്ണമറ്റ കെട്ടുകഥകളും ഐതിഹ്യങ്ങളും ചിത്രീകരിക്കുന്നു. പ്രളയം, ദുരന്തം, ലോകാവസാനം. ഈ മഹത്തായ കഥകൾക്കൊപ്പം തുർക്കിയിലെ ഗോബെക്ലി ടൈപ്പെ, ദക്ഷിണ പസഫിക്കിലെ ഈസ്റ്റർ ദ്വീപ്, തെക്കേ അമേരിക്ക, ഗിസ പീഠഭൂമി, ജപ്പാൻ, ഇന്ത്യ തുടങ്ങിയ പുരാതന സൈറ്റുകൾ പണ്ഡിതന്മാരുടെയും ശാസ്ത്രജ്ഞരുടെയും മനസ്സിനെ അമ്പരപ്പിക്കുന്ന സങ്കീർണതയും രൂപകൽപ്പനയും ഉൾക്കൊള്ളുന്നു. ഈ പുണ്യസ്ഥലങ്ങളിൽ ഭൂരിഭാഗത്തിനും 30 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള കല്ലുകളടങ്ങിയ അടിത്തറയുണ്ട്. അത് നമ്മുടെ മനുഷ്യധാരണയെ ധിക്കരിക്കുന്നു. ഏകദേശം 5000 മുതൽ 6000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നാഗരികത ഉടലെടുത്തതെങ്കിൽ ലോകാവസാനത്തെ അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്ത പ്രീ ഡിലൂവിയൻ കാലഘട്ടത്തിൽ ആരാണ് ഈ അടിസ്ഥാന അത്ഭുതങ്ങൾ നിർമ്മിച്ചത്? വെള്ളപ്പൊക്കത്തിന് വളരെ മുമ്പ് തന്നെ ഭൂമിയിൽ വസിച്ചിരുന്ന ആ ജീവികൾ പ്രപഞ്ചവുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് എന്താണ് പറയാൻ ശ്രമിച്ചത്? നിഗൂഢതയുടെ ചുരുളടിക്കാൻ സഹായിക്കുന്ന ഉത്തരങ്ങൾക്കായി നമ്മൾ ശാസ്ത്ര ലോകത്തിലേക്ക് തിരിയുകയാണ്. എന്നാൽ നമ്മൾ ഉപരിതലത്തിന് താഴെ നോക്കുമ്പോൾ ഭൗതിക ശാസ്ത്ര നിയമങ്ങൾ മനുഷ്യരാശി കണ്ടുപിടിക്കാൻ തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ പ്രാവീണ്യം നേടിയതായി തോന്നുന്നു. ശാസ്ത്രം ഒരു ജീവനുള്ള വിവരശേഖരമാണ്. ഇത് സ്ഥിരമല്ല, നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുതിയ കണ്ടുപിടുത്തങ്ങൾ വെളിച്ചത്ത് വരുമ്പോൾ ആ കണ്ടുപിടുത്തങ്ങളെ നാം നിലവിലുള്ള ശാസ്ത്രീയ കഥയിൽ ഉൾപ്പെടുത്തണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു പുതിയ കഥയാണ്. നമ്മൾ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ നിരന്തരം സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യണം. തള്ളിക്കളയാൻ പറ്റാത്ത ഒരു തുടർച്ച കഥകളിലുണ്ട്. ആ തുടർച്ചകളിൽ ഒന്നാണ് മഹാപ്രളയത്തിന്റെ കഥ. ഇവിടെ നിന്നാണ് നമ്മുടെ പുതിയ കഥ ആരംഭിക്കുന്നത്. നോഹയുടെ പെട്ടകത്തിന്റെ കഥയിൽ വിവരിച്ചിരിക്കുന്ന ബൈബിളിലെ വെള്ളപ്പൊക്കത്തിനു മുമ്പുള്ള കാലഘട്ടത്തെയാണ് ആന്റിഡിലൂവിയൻ എന്ന് സൂചിപ്പിക്കുന്നത്. ആന്റിഡിലൂവിയൻ കാലഘട്ടം ബൈബിളിൽ പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്നു. പ്രാഥമികമായി ഉൽപ്പത്തി പുസ്തകത്തിൽ ഉൽപ്പത്തി 5 ആദം മുതൽ നോഹ വരെയുള്ള ഗോത്രപിതാക്കന്മാരുടെ വംശാവലി വിവരിക്കുന്നു. ഇത് മുൻകൂല കാലഘട്ടത്തെ ഉൾക്കൊള്ളുന്നു. മനുഷ്യരാശിയുടെ വർദ്ധിച്ചു വരുന്ന ദുഷ്ടതയെയും നെഫിലിമുകളുടെ സാന്നിധ്യത്തെയും വെള്ളപ്പൊക്കം വരുത്താനുള്ള ദൈവത്തിന്റെ തീരുമാനത്തെയും ഉൽപ്പത്തി 6 വിവരിക്കുന്നു. നോഹ പെട്ടകം പണിയുന്നതിന്റെയും വെള്ളപ്പൊക്കത്തിന്റെ തുടക്കത്തിന്റെയും കഥയാണ് ഉൽപ്പത്തി 7 പറയുന്നത്. ഈ അധ്യായങ്ങൾ ആന്റിഡിലൂവിയൻ കാലഘട്ടവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെയും കഥാപാത്രങ്ങളെയും മൊത്തത്തിൽ രൂപപ്പെടുത്തുന്നു. ഖുറാനിലും ഹിന്ദു ഗ്രന്ഥങ്ങളിലും സംഭവങ്ങളെയും കാലഘട്ടങ്ങളെയും കുറിച്ചുള്ള പരാമർശങ്ങൾ അടങ്ങിയിരിക്കുന്നു. അവ അവരുടെ സ്വന്തം മതപരവും സാംസ്കാരികവുമായ സന്ദർഭങ്ങളിൽ രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവ മുൻകാലങ്ങളായി കണക്കാക്കാം. ഖുറാനിൽ നൂഹയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും കഥ സൂറത്ത് ഹൂദ് 11:25-48 മറ്റ് നിരവധി സൂറകളിലും വിവരിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ വെള്ളപ്പൊക്കത്തിന് മുമ്പുള്ള കാലഘട്ടത്തെ വിവരിക്കുന്നു. ജനങ്ങളുടെ ദുഷ്ടത, നോഹയുടെ പ്രവാചക ദൗത്യം, ഒടുവിൽ വെള്ളപ്പൊക്കത്തിലൂടെയുള്ള ദൈവിക ശിക്ഷ എന്നിവ അതിൽ ഊന്നിപ്പറയുന്നു. ഹിന്ദു ഗ്രന്ഥങ്ങളിലോട്ട് വരുമ്പോൾ ഹൈന്ദവ പുരാണങ്ങളിൽ ശതപഥ ബ്രാഹ്മണവും ഭാഗവത പുരാണവും പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഒരു മഹാപ്രളയത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ശതപഥ ബ്രാഹ്മണത്തിൽ ഒരു മഹാപ്രളയത്തെക്കുറിച്ച് ഒരു മത്സ്യം, അതായത് പലപ്പോഴും വിഷ്ണുവിനെ തിരിച്ചറിയുന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്ന മനുവിന്റെ കഥ ഈ പാഠത്തിൽ അടങ്ങിയിരിക്കുന്നു. നോഹയുടെ കഥ പോലെ തന്നെയും എല്ലാ ജീവജാലങ്ങളുടെയും വിത്തുകളെ രക്ഷിക്കാൻ മനു ഒരു ബോട്ട് നിർമ്മിക്കുന്നു എന്ന് അത് പരാമർശിക്കുന്നുണ്ട്. ഭാഗവത പുരാണത്തിലോട്ട് വരുമ്പോൾ മഹാപ്രളയത്തിൽ നിന്ന് വേദഗ്രന്ഥങ്ങളെയും ഋഷിമാരെയും രക്ഷിച്ച വിഷ്ണുവിന്റെ മത്സ്യാവതാരമായ മത്സ്യയുടെ കഥ വിവരിക്കുന്നു. ഈ ഗ്രന്ഥങ്ങൾ ആന്റിഡിലൂവിയൻ എന്ന പദം ഉപയോഗിക്കുന്നില്ലെങ്കിലും മഹാപ്രളയത്തിനോ വെള്ളപ്പൊക്കത്തിനോ മുമ്പുള്ള ഒരു കാലഘട്ടത്തിന്റെ സങ്കല്പത്തിന് സമാനമായ കാലഘട്ടങ്ങളെയും സംഭവങ്ങളെയും അവ വിവരിക്കുന്നു. ആന്റിഡിലൂവിയൻ എന്ന പദം മഹാപ്രളയത്തിന് മുമ്പുള്ള സമയത്തെ സൂചിപ്പിക്കുന്നു. ഇത് പല പുരാതന ഗ്രന്ഥങ്ങളിലും പാരമ്പര്യങ്ങളിലും ഒരു സുപ്രധാന സംഭവമാണ്. ലാറ്റിൻ പദങ്ങളായ ആന്റെ മുമ്പ്, ഡിലൂവിയം പ്രളയം എന്നിവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ഈ കാലഘട്ടം വിദ്യയിലും ചരിത്രപരമായ ഊഹോപോഹങ്ങളിലും മറഞ്ഞിരിക്കുന്നു. ആന്റിഡിലൂവിയൻ കാലഘട്ടത്തിലെ പുരാതന നാഗരികതകൾ എന്തൊക്കെയാണ്? ആന്റിഡിലൂവിയൻ കാലഘട്ടത്തിൽ പുരാതന നാഗരികതകൾ അഭിവൃദ്ധി പ്രാപിച്ചതായി പറയപ്പെടുന്നു. സുമേറിയൻ നാഗരികതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആദ്യകാല ഗ്രന്ഥങ്ങളിൽ ഷുറുപ്പക് നഗരത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന സുമേറിയക്കാർ
ആദ്യകാല നഗര സമൂഹങ്ങളിലൊന്ന് വികസിപ്പിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. സുമേറിയൻ കൃതിയായ ഗിൽഗമേഷിന്റെ ഇതിഹാസം ദ ലെജൻഡ് ഓഫ് ഗിൽഗമേഷ് ബൈബിളിലെ വെള്ളപ്പൊക്കവുമായി സാമ്യമുള്ള ഒരു മഹാപ്രളയത്തെ വിവരിക്കുന്നു. ഈ ഇതിഹാസത്തിൽ നായകൻ ഗിൽഗമേഷ് അനശ്വരത തേടുകയും ഒരു വലിയ വെള്ളപ്പൊക്കത്തെ അതിജീവിച്ച ഊത്മാവിഷ്ടുവിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. നോഹയുടെ പെട്ടകത്തിന്റെ കഥയെ അടുത്ത് പ്രതിഫലിപ്പിക്കുന്ന ഒരു ആഖ്യാനമാണത്. ഈ കാലഘട്ടത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ നാഗരികതയാണ് പ്ലേറ്റോ തന്റെ സംഭാഷണങ്ങളായ ടിമേയസ്, ക്രിറ്റിയാസ് എന്നിവയിൽ വിവരിച്ചത്. പ്ലേറ്റോയുടെ അഭിപ്രായത്തിൽ അറ്റ്ലാന്റിസ് ഒരു വികസിതവും ശക്തവുമായ ഒരു നാഗരികതയായിരുന്നു. അത് ഒരു ദുരന്ത സംഭവത്തിന് മുമ്പ് അത് സമുദ്രത്തിൽ മുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അറ്റ്ലാന്റിസ് പലപ്പോഴും ഒരു മിഥ്യയായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും പ്ലേറ്റോയുടെ വിവരണം ചരിത്രകാരന്മാരെയും പുരാവസ്തു ഗവേഷകരെയും കൗതുകമുണർത്തിയിട്ടുണ്ട്. ആന്റിഡിലൂവിയൻ കാലഘട്ടത്തെ മനസ്സിലാക്കുന്നതിൽ ബൈബിൾ വിവരണങ്ങളും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ വെള്ളപ്പൊക്കത്തിന് മുമ്പുള്ള ലോകം വലിയ ദുഷ്ടതയുടെ കാലമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഭൂമിയിൽ വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള ദൈവത്തിന്റെ തീരുമാനവും നോഹയുടെ പെട്ടകത്തിന്റെ തുടർന്നുള്ള കഥയും ഈ ആഖ്യാനത്തിന്റെ കേന്ദ്ര ഘടകങ്ങളായി വർത്തിക്കുന്നു. പ്രളയം ഈ സന്ദർഭത്തിൽ ഒരു ദൈവിക പ്രതികാരവും ദുഷിച്ച ലോകത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു മാർഗവുമാണ്. ഇവ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി അജ്ഞാതമായ ജീവിത ശൈലിയുള്ള ഒരു നിഗൂഢ ലോകം സങ്കല്പിക്കുക. ഇപ്പോൾ നിലവിലില്ലാത്ത ജീവികൾ, നൂറുകണക്കിന് വർഷങ്ങൾ ജീവിച്ചിരുന്ന ആളുകൾ, ഭൂമിയിൽ വിഹരിച്ചിരുന്നതായി പറയപ്പെടുന്ന ഭീമന്മാർ. ഇത് ഡിലൂവിയൻ കാലഘട്ടത്തിന് മുമ്പുള്ള കാലഘട്ടമാണ്. ബൈബിൾ ഗ്രന്ഥം അനുസരിച്ച് ഡിലൂവിയൻ കാലഘട്ടത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ മനുഷ്യ നാഗരികത വലിയ നേട്ടങ്ങൾ കൈവരിച്ചു. എന്നാൽ പാപത്തിന്റെ ഒരു സംസ്കാരം നിലനിർത്തുകയും ചെയ്തു. അക്കാലത്തെ ആളുകളുടെ ജീവിതം എങ്ങനെയായിരുന്നു? അവർ എന്താണ് ചെയ്തത്? മഹാപ്രളയത്തിനു മുമ്പ് ലോകത്ത് എന്താണ് സംഭവിച്ചത്? ആദാമിന്റെ കുടുംബമായിരുന്നു ആദ്യത്തെ ആന്റിഡിലൂവിയൻ കുടുംബം. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ആദാമും ഹവ്വയും സ്ഥിരതാമസമാക്കി. അവർക്ക് പുത്രന്മാരും പുത്രിമാരും ജനിച്ചു. ആദ്യ ദമ്പതികളുടെ ആദ്യ മകൻ കയീനായിരുന്നു. സ്വന്തം സഹോദരനായ ആബേലിനെ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ ആന്റിഡിലൂവിയൻ ലോകത്തിലെ ആദ്യത്തെ കൊലപാതകയായി. ഈ ഭയങ്കരമായ പാപത്തിന് ശേഷം കയീൻ ദൈവത്തിൽ നിന്ന് ഒരു അടയാളം സ്വീകരിക്കുകയും നോഡ് ദേശത്ത് ഒരു നഗരം പണിയുകയും തന്റെ ആദ്യ പുത്രനായ ഹാനോക്കിന്റെ പേരിടുകയും ചെയ്തു. ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ആദ്യത്തെ നഗരമാണ് ഈ ആന്റിഡിലൂവിയൻ നഗരം. ആന്റിഡിലൂവിയൻ കാലഘട്ടത്തെക്കുറിച്ചുള്ള ബൈബിൾ വിവരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമാണ്. ഭൂമിയിൽ ജനിച്ച ആദ്യത്തെ മനുഷ്യനായ കായീൻ ഒരു നഗരം നിർമ്മിക്കാൻ പര്യാപ്തമാണ്. കൂടാരങ്ങളുടെ വികസനം, കന്നുകാലികളെ മേയ്ക്കൽ, സംഗീതോപകരണങ്ങൾ സൃഷ്ടിക്കൽ, ചെമ്പും ഇരുമ്പും ഉപയോഗിച്ച് കെട്ടിച്ചമച്ച ഉപകരണങ്ങൾ തുടങ്ങിയ സുപ്രധാന കണ്ടുപിടുത്തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഉത്തരവാദികളായിരുന്നു. പിന്നീട് നോഹയുടെ കാലത്ത് ദൈവിക നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഒരു വലിയ പെട്ടകം നിർമ്മിക്കാനുള്ള കഴിവും വിഭവങ്ങളും അവനുണ്ടായിരുന്നുവെന്ന് ബൈബിൾ കാണിക്കുന്നു. ഈ കാലഘട്ടത്തെക്കുറിച്ച് ബൈബിൾ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നില്ലെങ്കിലും മുൻകാല ലോകത്തിൽ ഗണ്യമായ സാങ്കേതികവും സാംസ്കാരികവുമായ വികസനം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഉൽപ്പത്തി 5-ാം അധ്യായത്തിലെ വംശാവലി വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രളയത്തിനു മുമ്പുള്ള ലോകത്തിലെ കാര്യമായ പുരോഗതികൾ മനുഷ്യന്റെ ദീർഘായുസ്സുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് പണ്ഡിതന്മാർക്ക് നിരീക്ഷിക്കാൻ കഴിയും. ആ കാലഘട്ടത്തിൽ ഒരു ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അസാധാരണമായ ദൈർഘ്യമേറിയ കാലം ജീവിക്കാൻ ദൈവം ആളുകളെ അനുവദിച്ചിരുന്നു. നൂറ്റാണ്ടുകളായി ആ കാലഘട്ടത്തിലെ സാങ്കേതിക പുരോഗതിയിലും വിവരങ്ങളുടെ കൈമാറ്റത്തിലും ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചിരിക്കാം. വെള്ളപ്പൊക്കത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളുടെ ദീർഘായുസിനെ കുറിച്ച് ബദൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും ക്രിസ്തുമതത്തിനുള്ളിലെ ഏറ്റവും പരമ്പരാഗത വീക്ഷണം ബൈബിൾ പാഠത്തിന്റെ നേരായ വായനയാണ്. ഇത് ഈ വ്യക്തികൾ നൂറുകണക്കിന് വർഷങ്ങളായി ജീവിച്ചിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്നു. കയീൻ സ്വീകരിച്ച പാപപൂർണമായ ജീവിത ശൈലി അതിവേഗം ആന്റിഡിലൂവിയൻ ലോകമെമ്പാടും വ്യാപിച്ചതായി ബൈബിൾ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് കയീനിന്റെ പിൻഗാമിയായ ലാമേക്ക് ആദ്യമായി ബഹുഭാരതം സ്വീകരിച്ചതും തന്റെ ക്രൂരതയിൽ അഭിമാനിക്കുന്ന ഇരട്ട കൊലപാതകിയും ആയിരുന്നു. ഓർക്കുക, ഹാബേലിനെ കൊന്ന ശേഷം കയീൻ തന്നെ പശ്ചാത്തപിച്ചില്ല. അക്കാലത്ത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് സംരക്ഷിച്ച മനുഷ്യരാശിയുടെ ശാഖയായിരുന്നു സേത്തിന്റെ ദൈവിക വംശം. എന്നിരുന്നാലും കാലക്രമേണ ഈ വംശം കയീനിന്റെ ഭക്തികെട്ട വംശവുമായി കൂടിക്കലർന്നു. അത് വ്യാപകമായ ആത്മീയ അപജയത്തിന് കാരണമായി. ആന്റിഡിലൂവിയൻ കാലഘട്ടത്തിൽ ഭൂമിയിൽ നെഫിലിമുകളും ഉണ്ടായിരുന്നു. നെഫിലിമുകൾ ദൈവത്തിന്റെ പുത്രന്മാരുടെയും മനുഷ്യപുത്രിമാരുടെയും മിശ്രിതത്തിൽ നിന്ന് ജനിച്ച രാക്ഷസന്മാരാണെന്ന് ചില പണ്ഡിതന്മാർ വാദിക്കുന്നു. എന്നാൽ പല പഴയ നിയമ പണ്ഡിതന്മാരും അവർ സ്വേച്ഛാധിപത്യ പ്രവർത്തനങ്ങളിലൂടെ ആധിപത്യം ചെലുത്തിയ മഹത്തായ പ്രശസ്തരായ ശക്തരാണെന്ന് വിശ്വസിക്കുന്നു. വ്യാപകമായ അഴിമതി ഉണ്ടായിരുന്നിട്ടും യഥാർത്ഥത്തിൽ ദൈവത്തോട് പ്രതിബദ്ധതയുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഹാബേൽ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു.
പുതിയ നിയമകാലത്ത് പോലും വിശ്വാസത്തിന്റെ ഒരു ഉദാഹരണമായി ഓർമ്മിക്കപ്പെട്ടു. ദൈവവുമായി അത്രയേറെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മറ്റൊരു വ്യക്തിയായിരുന്നു ഹാനോക്ക്. ഈ കാലഘട്ടത്തിലാണ് നോഹ ജനിച്ചതും വളർന്നതും വികാസം പ്രാപിച്ചതും. ആന്റിഡിലൂവിയൻ ലോകത്തിന്റെ അവസാന വർഷങ്ങളിൽ നോഹ ദൈവവിശ്വാസത്തെ ചേർത്തു പിടിച്ചിരുന്നതായി ബൈബിൾ വിവരണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ആ നാഗരികതയുടെ പൊതുവായ അപജയത്തോടുള്ള ദൈവത്തിന്റെ ക്ഷമ അതിന്റെ പരിധിയിലെത്തിയപ്പോൾ അങ്ങനെ ദൈവത്തിന്റെ ക്രോധം പൊട്ടിപ്പുറപ്പെടുകയും ഭൂമിയുടെ നാശത്തോടെയുമാണ് ആന്റിഡിലൂവിയൻ കാലഘട്ടം അവസാനിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം ഖേദിക്കുന്നു എന്ന് പ്രസ്താവിച്ചുകൊണ്ട് മനുഷ്യത്വത്തോടുള്ള ദൈവത്തിന്റെ അതൃപ്തി മാനസാന്തരമായി ബൈബിൾ എഴുത്തുകാരൻ രേഖപ്പെടുത്തുന്ന തരത്തിൽ സ്ഥിതിഗതികൾ വളരെ മോശമായിരുന്നു. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പത്രോസ് തന്റെ 2ാം ലേഖനത്തിൽ ആന്റിഡിലൂവിയൻ കഥയുടെ അവസാനം രേഖപ്പെടുത്തുന്നു. അക്കാലത്തെ ലോകം വെള്ളത്താൽ നശിപ്പിക്കപ്പെട്ടുവെന്ന് പ്രസ്താവിക്കുന്നു. ഇന്നത്തെ യുഗത്തിന്റെ അവസാന നാളുകളിൽ പ്രീ ഡിലൂവിയൻ ജീവിതശൈലി ആവർത്തിക്കുമെന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞതിനാൽ അന്ന് സംഭവിച്ചതെല്ലാം നമുക്കൊരു മുന്നറിയിപ്പായിട്ടാണ് കണക്കാക്കുന്നത്. വെള്ളപ്പൊക്ക കഥകൾ ബൈബിളിൽ മാത്രമുള്ളതല്ല. വിവിധ പുരാതന സംസ്കാരങ്ങൾക്ക് ഒരു മഹാപ്രളയത്തിന്റെ സ്വന്തം പതിപ്പുകളുണ്ട്. ഗിൽഗമേഷിന്റെ മെസപ്പൊട്ടേമിയൻ ഇതിഹാസത്തിൽ ബൈബിൾ കഥയ്ക്ക് മുമ്പുള്ളതും നിരവധി സമാനതകൾ പങ്കിടുന്നതുമായ ഒരു വെള്ളപ്പൊക്ക വിവരണം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മഹാഭാരതം പോലുള്ള ഹൈന്ദവ ഗ്രന്ഥങ്ങൾ ഗ്രീക്ക് പുരാണങ്ങൾ പോലെ ദേവന്മാർ അയച്ച ഒരു മഹാപ്രളയത്തെ അതിജീവിക്കുന്ന ഡ്യൂക്കാലിയനും പിറയും ഒരു മഹാപ്രളയത്തെ വിവരിക്കുന്നു. ഈ വ്യാപകമായ വിവരണങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു മഹാപ്രളയം എന്ന ആശയം പുരാതന കഥ പറച്ചിലെ ഒരു പൊതുരൂപമാണ്. ഒരുപക്ഷെ യഥാർത്ഥ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് വേരൂന്നിയതാവാം. മിത്തും ചരിത്രവും തമ്മിലുള്ള അതിർത്തി നിർണ്ണയിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതാണ്. ഈ വെള്ളപ്പൊക്ക കഥകൾ യഥാർത്ഥവും പ്രാദേശികവൽക്കരിച്ചതുമായ വെള്ളപ്പൊക്ക സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അവ പിന്നീട് അലങ്കരിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് മെസപ്പൊട്ടേമിയയിലെ ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദികളുടെ വെള്ളപ്പൊക്കമോ കരിങ്കടലിലെ വെള്ളപ്പൊക്കമോ ഈ പുരാതന കഥകൾക്ക് പ്രചോദനമായിരിക്കാം. നിരവധി പുരാതന ഗ്രന്ഥങ്ങൾ ആന്റിഡിലൂവിയൻ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നുണ്ട്. ദ ലെജൻഡ് ഓഫ് ഗിൽഗമേഷ്, സുമേറിയൻ കിങ് ലിസ്റ്റ് എന്നിവ പോലുള്ള സുമേറിയൻ ഗ്രന്ഥങ്ങൾ പ്രളയത്തിന് മുമ്പുള്ള രാജാക്കന്മാരെയും സംഭവങ്ങളെയും പരാമർശിക്കുന്നു. കിങ് ലിസ്റ്റ് പ്രത്യേകിച്ച് ഒരു വലിയ വെള്ളപ്പൊക്കത്തിനു മുമ്പും ശേഷവും ഭരിച്ച ഭരണാധികാരികളെ പട്ടികപ്പെടുത്തുന്നു. അവരുടെ കൂട്ടായ ഓർമ്മയിൽ ഒരു സുപ്രധാന ചരിത്ര സംഭവത്തെക്കുറിച്ച് സൂചന നൽകുന്നുമുണ്ട്. പ്ലേറ്റോയുടെ വാക്കുകൾ ഒന്നുകൂടി ഓർക്കുക. അറ്റ്ലാന്റിസിന്റെ അസ്തിത്വം ഇപ്പോഴും ചർച്ചാ വിഷയമാണെങ്കിലും അതിന്റെ ഭൂമിശാസ്ത്രം, സമൂഹം, ഒടുവിൽ മുങ്ങിമരിക്കൽ എന്നിവയെക്കുറിച്ചുള്ള പ്ലേറ്റോയുടെ വിശദമായ വിവരണം പുരാതന വികസിത നാഗരികതകളെക്കുറിച്ച് ചർച്ചകൾക്ക് പ്രചോദനം നൽകുന്നുണ്ട്. ഒരു മഹാപ്രളയം എന്ന ആശയം ചരിത്ര സംഭവങ്ങളിൽ വേരൂന്നിയതായിരിക്കാം. ഉദാഹരണത്തിന് സമുദ്രനിരപ്പ് ഗണ്യമായി ഉയരുന്നതും കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കും കാരണമായ അവസാന ഹിമയുഗത്തിന്റെ അവസാനം വിവിധ പ്രദേശങ്ങളിൽ വൻ വെള്ളപ്പൊക്കത്തിന് കാരണമായിരിക്കാമെന്ന് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ഭൂമിശാസ്ത്രപരമായ തെളിവുകൾ, അവശിഷ്ട പാളികൾ, പുരാതന തീരപ്രദേശത്തെ പഠനങ്ങൾ വലിയ തോതിലുള്ള വെള്ളപ്പൊക്ക സംഭവങ്ങൾ ഉണ്ടായി എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ആന്റിഡിലൂവിയൻ കാലഘട്ടം മിഥ്യയുടെയും ചരിത്രപരമായ ഊഹോപോഹങ്ങളുടെയും സമന്വയത്തെ ഉൾക്കൊള്ളുന്നു. ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളിൽ നിന്നുള്ള പുരാതന ഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഭൂമിയെ പുനർനിർമ്മിച്ച ഒരു മഹാപ്രളയത്തെക്കുറിച്ച് വിവിധ വീക്ഷണങ്ങൾ നൽകുന്നുണ്ട്. ഒരൊറ്റ ആഗോള വെള്ളപ്പൊക്കത്തിന്റെ വ്യക്തമായ തെളിവുകൾ അവ്യക്തമായി തുടരുമ്പോൾ ഈ കഥകളും അവ രേഖപ്പെടുത്തിയ നാഗരികതകളും പരിശോധിക്കുന്നത് ആദിമ മനുഷ്യർ അവരുടെ ലോകത്തിലെ നാടകീയമായ മാറ്റങ്ങൾ എങ്ങനെ മനസ്സിലാക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള മൂല്യവത്തായ ഉൾക്കാഴ്ച നൽകുന്നുണ്ട്. നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് കൂടുതൽ കണ്ടെത്തുന്നത് തുടരുമ്പോൾ മഹാപ്രളയത്തിന് മുമ്പുള്ള ലോകത്തിന്റെ കഥകൾ സമൂഹങ്ങളുടെ പരിണാമത്തെക്കുറിച്ചും നമ്മുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അറിവിനായുള്ള ശാശ്വതമായ അന്വേഷണത്തെക്കുറിച്ചും വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ പുരാതന വിവരണങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വർത്തമാന കാലത്തെ നന്നായി മനസ്സിലാക്കാനും ഭാവിക്കായി തയ്യാറെടുക്കാനും സഹായിക്കും എന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.